കേരള വാർത്ത ഓൺലൈനിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ രേവതി. തെന്മല ശബരിമല മണ്ഡലകാലം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തിരുമംഗലം ദേശീയപാതയിൽ വഴിനീളെ അപകടക്കെണികൾ. അതിർത്തിയായ കോട്ടവാസൽ മുതൽ പുനലൂർ വരെ മണ്ഡലകാലത്തെ തീർത്ഥാടനം സുരക്ഷിതമാക്കി ഇനിയും നടപടികൾ തുടങ്ങിയില്ല. അവലോകന യോഗത്തിലെ തീരുമാനങ്ങൾ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുന്ന പതിവ് ഇക്കുറി ഉണ്ടാകരുതെന്നാണ് പൊതുവെ ഉയരുന്ന ആവശ്യം. കഴിഞ്ഞ മണ്ഡലകാലത്ത് ആര്യങ്കാവിൽ ശബരിമല തീർത്ഥാടക വാഹനം മറിഞ്ഞു. തീർത്ഥാടകൻ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ സുരക്ഷാ ഓഡിറ്റിന്റെ ഭാഗമായി സുരക്ഷാ നടപടികൾ ഒരുക്കിയെന്ന അവകാശവാദം നിലനിൽക്കെ ദേശീയപാതയിൽ അപകട ഭീഷണിയുള്ള ഒട്ടേറെ ഭാഗങ്ങളിൽ സുരക്ഷാ വേലികൾ തകർന്ന നിലയിൽ തുടരുകയാണ്. പലയിടത്തും പുതിയ സോളാർ മുന്നറിയിപ്പും വിളക്കുകൾ സ്ഥാപിച്ചെങ്കിലും ഇതിൽ നല്ലൊരു പങ്കും ഭാഗികമായി പ്രവർത്തിക്കുകയും ചിലത് പൂർണ്ണമായി തകരാറിലാകുകയും ചെയ്തു. ദേശീയപാതയിൽ വീതി കുറവായ കഴുത്തുരുട്ടി 13 കണ്ണറ MSL ഭാഗങ്ങളിൽ തകർന്ന സുരക്ഷാ വേലികൾ നീക്കി പുതിയവ സ്ഥാപിച്ചിട്ടില്ല. വശങ്ങളിൽ വലിയ താഴ്ചയും കഴുത്തുരുട്ടിയാറുമാണ്. വാഹനങ്ങൾ പരസ്പരം കാണാനാകാത്ത കൊടും വളവുകളിൽ സോളാർ മുന്നറിയിപ്പ് വിളക്കുകൾ ഉണ്ടെന്ന് പറയാമെങ്കിലും പലതും അത്ര അവസ്ഥയിലല്ല. കോട്ടവാസൽ മുതൽ പുനലൂർ വരെ അപകടക്കടയിൽ നിറഞ്ഞ ദേശീയപാതയിൽ അമിത വേഗത്തിൽ ഓടുന്ന ഭാരവാഹനങ്ങളുടെ നിയന്ത്രണങ്ങൾക്ക് നടപടിയില്ല. ദേശീയപാതയിൽ അപകടങ്ങൾ നടക്കാത്ത ദിവസങ്ങളില്ലെന്നിരിക്കെയാണ് പാതയിൽ ഇരുദിശകളിലേക്കും വാഹനങ്ങൾ കടന്നുപോകാൻ വരച്ച വരകളും മറ്റും സുരക്ഷാ വരകളും കാണാതായി. കോട്ടവാസൽ മുതൽ ആര്യങ്കാവ് റേഞ്ച് ഓഫീസിന് കവല വരെ അതീവ സുരക്ഷ വേണമെന്നിരിക്കെ നടപടിയില്ലാത്തത് ചർച്ചയായിട്ടുണ്ട്. സീസൺ തുടങ്ങുന്നതോടെ അതിർത്തി കടന്നെത്തുന്ന തീർത്ഥാടകരുടെ വാഹനങ്ങൾ ഗതാഗത പ്രതിസന്ധിയിൽപ്പെടാതിരിക്കാൻ മുന്നൊരുക്കങ്ങളും മറ്റും വേണം. ആര്യങ്കാവ്, കുളത്തൂപ്പുഴ, ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിലേക്ക് തുടർന്ന് പമ്പയിലേക്കും തീർത്ഥാടകരുടെ സുരക്ഷിത യാത്ര സുഗമമാക്കാൻ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനം ഏകോപിക്കണം എന്നാണ് ആവശ്യം. ഓണം, ക്രിസ്മസ് കാലത്ത് മാത്രം നടത്താറുള്ള കൊല്ലം തെങ്കാശി പോലീസുകളുടെ യോഗം മണ്ഡലകാലം കണക്കിലെടുത്തും നടത്തി ഇരുഭാഗത്തെയും ഒരുക്കങ്ങൾ പരസ്പരം മനസ്സിലാക്കണമെന്ന് ആവശ്യം ഉയർന്നിട്ടുണ്ട്. ആര്യങ്കാവ് റേഞ്ച് ഓഫീസ് കവലയിലെ എക്സൈസ് ചെക്ക് പോസ്റ്റ് പരിശോധനയ്ക്ക് നിർത്തിയിട്ട ബസ്സിനും പിന്നിൽ യാത്രക്കാരനെ നിയന്ത്രണം വിട്ടെത്തിച്ച ചരക്ക് ലോറി ഇടിച്ചു തെറിപ്പിച്ച ശേഷം എതിരെ വന്ന ലോറിയുമായി കൂട്ടിയിടിച്ചിരുന്നു. കൂടാതെ കോട്ടവാസലിലെ നിയന്ത്രണം വിട്ട ചരക്ക് ലോറി വശത്തേക്ക് മറിഞ്ഞും നിയന്ത്രണം വിട്ട തടി ലോറി പാതയിൽ മറിഞ്ഞും ഗതാഗതം മുടങ്ങിയതും അടുത്തിടെയാണ്. കേരള വാർത്ത ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് എന്നിവ ഫോളോ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക.